2025 ജനുവരി 28 ഫസ്റ്റ് ഷിഫ്റ്റ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സാം എഴുതിയ കുട്ടികളാണ് നമ്മുടെ ഒപ്പം ഇപ്പം നിൽക്കുന്നത്. നമുക്ക് അവരോട് ചോദിച്ചു നോക്കാം എങ്ങനെയുണ്ടായിരുന്നു എക്സാം. എക്സാം കുഴപ്പമില്ലായിരുന്നു. കെമിസ്ട്രി ആസ് യൂഷ്വൽ വലിയ കുഴപ്പമില്ലാതെ നമ്മളെ മോഡൽ എക്സാമിൻ്റെ പോലത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വന്നു. ഫിസിക്സ് കുറച്ചും കൂടി ട്രിക്കി ആയിരുന്നു തോന്നുന്നു. എന്നാലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. ഓക്കെ, ഏതായിരുന്നു എളുപ്പം? കമ്പാരിറ്റീവ്ലി മൂന്നെണ്ണത്തിലും ഏതായിരുന്നു എളുപ്പം? കമ്പാരിറ്റീവ്ലി കെമിസ്ട്രി തന്നെയായിരുന്നു എളുപ്പം. ഫിസിക്സ് ഇത് പറഞ്ഞ പോലെ ഒരു കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷെ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. വിചാരിച്ച പോലെ തന്നെ ടൈം ലിമിറ്റിന്റെ ഉള്ളിൽ എക്സാംസ് എല്ലാം അറ്റൻഡ് ചെയ്യാൻ വേണ്ടി പറ്റുമല്ല ടോപ്പിക്സ്? ഞാൻ എക്സാമിൽ കയറിയപ്പോൾ തന്നെ ഒരു ടൈം ലിമിറ്റ് സെറ്റ് ചെയ്തായിരുന്നു. ഫിസിക്സ് കെമിസ്ട്രി ഇത്ര അവേഴ്സ് കൊണ്ട് തീർത്താൽ, മാത്സിന് എത്രമാത്രം ടൈം കൊടുക്കാവോ അതാണ് ഞാൻ ശ്രമിച്ചത്. അത് പറ്റിയിട്ടുണ്ട്. എനിക്ക് ലാസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് എക്സ്ട്രാ ഒരു 10 മിനിറ്റ്സ് കിട്ടിയായിരുന്നു. അപ്പോൾ ഞാൻ മാത്സ് വീണ്ടും ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഓടിച്ച് നോക്കിയായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മുടെ മോക്ക് ടെസ്റ്റ് കാര്യങ്ങളൊക്കെ എഴുതിയപ്പോൾ ഒരു സ്ട്രാറ്റജി ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റിയിട്ടുണ്ടാവില്ല. ആ സ്ട്രാറ്റജി ഇവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഏറെക്കുറെ ഫിസിക്സ് ഞാൻ വെച്ച കണക്ക് തന്നെ ഏകദേശം പറ്റിയായിരുന്നു. ഓക്കെ, നമ്മുടെ മെറ്റീരിയൽസ്, നമ്മുടെ മോഡൽ എക്സാം എന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് ഈ ഒരു ഷിഫ്റ്റിൽ ക്വസ്റ്റ്യൻസിൽ കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ടോ? മാത്സിൽ എനിക്ക് തോന്നുന്നു ഇൻവേഴ്സ് അങ്ങനത്തെ ചാപ്റ്ററിനൊക്കെ മെറ്റീരിയൽ ടൈപ്പ് ക്വസ്റ്റ്യൻ എല്ലാം വന്നു. പിന്നെ ഫിസിക്സ് എനിക്ക് തോന്നുന്നു വർക്ക് ബുക്കത്തെ ക്വസ്റ്റ്യൻസ് ആ ഒരു ടൈപ്പാണ് വന്നത്. ആ ഒരു ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുണ്ടായിരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ മോഡൽ എക്സാമിന് കണ്ട ഒരുപാട് ക്വസ്റ്റ്യൻസ് കണ്ടതുപോലെ വന്നിട്ടുണ്ട്. ഓക്കെ, ശരി, താങ്ക് യു. Brilliant Study Center, India's #1 coaching center for NEET and JEE.